ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കയാക്കിംഗ് സ്പോട്ടായ മാംഗ്രൂവ് ഫോറസ്റ്റിലാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂരിനടുത്തുള്ള മാംഗ്രൂവ് മെമ്മറീസ് എന്ന കയാക്കിംഗ് സ്പോട്ടിലാണ് ഞാനിന്നുള്ളത്. ഇതാണ് അവരുടെ പ്രോപ്പർട്ടി. മാംഗ്രൂവ് മെമ്മറീസ് എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത്. പരവൂർ ലേക്കിൻ്റെയും ഇത്തിക്കര ആറിൻ്റെയും ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു കയാക്കാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ കയാക്കിംഗ് സമയം. കൊല്ലത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്ററും പരവൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. നമുക്ക് മുൻപ് കയാക്കിംഗ് ചെയ്ത് പോയവർ തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വരുന്നവർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു 8-9 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലായിരിക്കും. ഇവിടെ കയാക്കിംഗ്, കൺട്രി ബോട്ടിംഗ്, സ്പീഡ് ബോട്ടിംഗ് എന്നീ ഫെസിലിറ്റീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ 2 തരം കയാക്കിംഗ് ബോട്ട്സാണുള്ളത്. ഒന്ന് സിംഗിൾ സീറ്റും മറ്റൊന്ന് ഡബിൾ സീറ്റും. ഹോളിഡേയ്സിലൊക്കെയാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കും. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വർക്കിംഗ് ഡേയിലാണ്, അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. കയാക്കിങ്ങിന് മുൻപ് ഒരു ട്രെയിനിങ് ഉണ്ട്. കൃത്യമായ ട്രെയിനിങ്ങിന് ശേഷം മാത്രമാണ് കയാക്കിങ്ങിന് വിടുന്നത്. അതുപോലെ നമ്മൾ കയാക്കിങ്ങിന് പോകുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഒരു ഗൈഡും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് ലൈഫ് ജാക്കറ്റും പാഡലും ഒക്കെ എടുത്ത് ഓരോരുത്തരായി കയാക്കിലേക്ക് കയറി. പീസ്ഫുള്ളായിട്ടുള്ള ലേക്കിലൂടെ തുഴഞ്ഞു പോകുവാണ്. നമ്മുടെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡും കാണും. പുള്ളിയാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. പുള്ളിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മൾ കയാക്കിംഗ് ചെയ്യേണ്ടത്. അങ്ങനെ കാഴ്ചകൾ കണ്ട് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റിലേക്ക് പോകുവാണ്. ഇവിടുത്തെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മാംഗ്രൂവ്സിന് വലിയ പങ്കുണ്ട്. ഇനി നമ്മൾ മാംഗ്രൂവ്സിൻ്റെ നേച്ചർ ടണലിലേക്കാണ് പ്രവേശിക്കുന്നത്. വളരെ മനോഹരമാണ് ഇതിനുള്ളിലെ കാഴ്ചകൾ. സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രമേ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നുള്ളൂ. ഈ ടണൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സ്വിം ചെയ്യാനും വെള്ളത്തിലിറങ്ങി നിൽക്കാനുമുള്ള നല്ലൊരു സ്പോട്ടുണ്ട്. ആ ഭാഗത്ത് ആഴം കുറവാണ്. സ്വിമ്മിങ്ങിനായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഗൈഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ വെള്ളത്തിലിറങ്ങാൻ പാടില്ല. നമ്മുടെ ടീമിൽ മലയാളീസ് വളരെ കുറവായിരുന്നു. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന്. അതുപോലെ തന്നെ ടണൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലൊരു ഷോപ്പ് കാണാൻ സാധിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കായലിന് നടുവിൽ ഇങ്ങനൊരു ഷോപ്പ് കാണുന്നത്.
ഇതാണ് കൺട്രി ബോട്ടിംഗ്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ കൺട്രി ബോട്ടിംഗ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ പറ്റിയത് കൺട്രി ബോട്ടിംഗ് തന്നെയാണ്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. നല്ല വെയിലായിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് വന്ന വഴിയല്ല, മറ്റൊരു വഴിയാണ് തിരിച്ചു പോകുന്നത്. Anyway, thank you Mangrove Memories for this wonderful experience. Thank you so much for watching my video. Next video ആയിട്ട് വരാം. Bye from Vicky Vlogs.